ഹലോ ഗൈസ്, ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്ന് രാവിലെ ബിഗ് ബോസ് ലൈവിൽ നടന്നത് നിവിൻ പുറത്താകുന്ന ഒരു പ്രമോ നമ്മൾ കണ്ടായിരുന്നല്ലോ. അന്ന് പുറത്താകുന്നതിനെ കുറിച്ച് നിവിൻ്റെ മണ്ടത്തരവും അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. ജിസേലിന് വേണ്ടി ജിസേലും അനുമോളും തമ്മിലുള്ള പ്രശ്നത്തിൽ നിവിൻ പുറത്തായ പോലെ എനിക്ക് തോന്നിയിരിക്കുന്നത്. നിവിന് പിന്നെ ബാല പറഞ്ഞ പോലെ പൊട്ടെന്ന ലോക പൊട്ടൻ, അല്ലാണ്ട് ഇതിന് കൂടുതലൊന്നും പറയില്ല. നിവിൻ പുറത്തായിട്ടുണ്ട്. നിവിൻ്റെ മണ്ടത്തരം വേറൊന്നുമില്ല. ഇന്ന് രാവിലെ തന്നെ കാര്യങ്ങൾ മൊത്തം പറഞ്ഞുതരാം. രാവിലെ തന്നെ അവർക്ക് ടാസ്ക് സ്വേച്ഛാധിപതികൾ എന്ന് പറഞ്ഞ ടാസ്ക് കൊടുത്തേക്കുമായിരുന്നല്ലോ. അതിനകത്ത് ഈ നിവിൻ്റെയും ജിസേലിൻ്റെയും അടിമകളായിരുന്ന 7 പേര്. ഷാനവാസ, അക്ബർ, പിന്നെ അനീഷ്, ബിന്നി, റെന, ഒനീൽ, അങ്ങനെ കുറച്ച് പേര് ഇവർ അടിമകളാണല്ലോ. അപ്പോൾ ഇവർക്ക് നമ്മുടെ ഇവിടെ പണിപ്പുരയിൽ പോയി ജിസേലിനും നിവിനും കൂടെ ഇവർക്ക് വേണ്ട സാധനങ്ങൾ മൊത്തം എടുക്കാം. ഇവർക്ക് എത്ര രൂപയുടെ സാധനങ്ങൾ വേണേലും എടുക്കാം. 20 സെക്കൻഡിനുള്ളിൽ ഇവർക്ക് എടുത്തുകൊണ്ട് വരാം. അങ്ങനെ ഇവർ കുറേ സാധനങ്ങൾ എടുത്തു. കുഴിമന്തി, കേക്ക്, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ, ഐസ്ക്രീം, ഏതാണ്ട് ജ്യൂസുകൾ, അങ്ങനെ കുറേ സാധനങ്ങൾ എടുത്തു. ഇവരെടുത്ത സാധനങ്ങൾ മൊത്തം 20,280 രൂപ, അത്രയും രൂപയുടെ എങ്ങാണ്ട് സാധനങ്ങൾ ഇവരെടുത്തു. അപ്പോൾ ഇവരെടുത്ത സാധനങ്ങളുടെ വിലക്കുള്ള പണി ഇവർ അടിമകൾ ചെയ്യണം. ഇവർ അടിമകളായ ആൾക്കാർ പണി ചെയ്യാനായിട്ട് 20 ടാസ്കാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഈ 20 ഇവർ ചെയ്യണം. എന്നാലും ഇവർക്ക് ആ ആക്ടിവിറ്റി റൂമിൽ നിന്ന് പുറത്തു പോരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇവർ ഈ പണികളൊക്കെ ചെയ്ത് ഇവർ 10,000 പോയിൻറ്റിൻ്റെയോ സംതിങ് എങ്ങാണ്ട് ഇവർ വർക്ക് ചെയ്തെന്ന് തോന്നുന്നു. ഒരു ടാസ്ക് ചെയ്തു. ആ ടാസ്കിന് എല്ലാം കഴിഞ്ഞപ്പോൾ രാവിലെ ആവുന്നതിന് മുന്നേ ടാസ്ക് 20,000 രൂപയ്ക്ക് വേണ്ട ടാസ്ക്, ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 1000 രൂപ കിട്ടും. അങ്ങനെ 20 ടാസ്ക്കാണ് ചെയ്യേണ്ടത്. അപ്പോൾ 10 ടാസ്ക് കണ്ട് ഇവർ ചെയ്തു, 9 10 കണ്ട് ഇവർ ചെയ്തു. അപ്പോൾ ഇവർക്ക് ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഇവർ രാവിലെ തന്നെ പുറത്തോട്ട് പോന്നു കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ ചെറിയ രീതിയിൽ അവിടെ പുകഞ്ഞിരിപ്പുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ രാവിലെ അനുമോളും മറ്റേ ആദില, നൂറ, ശൈത്യ, രേണു ഇവരൊക്കെ ഉണ്ടെങ്കിൽ ജിസേലിനൊക്കെ പാല് കിട്ടുന്നുണ്ട്. അപ്പം പാലിട്ട് ചായ കുടിച്ചോണ്ടിരിക്കുക. അപ്പം ഇവർ പറയുന്നുണ്ട്, നോക്കടി നമുക്കൊരു ഗ്ലാസ് ചായ തരാതെ ഇവള് കുടിക്കുന്ന നോക്കാം, അവളത് നമ്മളോട് ചോദിക്കാൻ പാടില്ല, ഇവർക്ക് ഹ്യൂമാനിറ്റി ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ ഒരു പുകച്ചിൽ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നടന്ന് ഇവർ കയറി വന്നു. ഇവർ മറ്റേ ആക്ടിവിറ്റി അവർ തോറ്റ് കഴിഞ്ഞിട്ട് ഇവർ ബിഗ് ബോസ് ആക്ടിവിറ്റി ഏരിയയിൽ നിന്ന് പുറത്ത് വിട്ടു. അപ്പോൾ അങ്ങനെ ഇവർ കയറി വന്നു. അപ്പോൾ ഇവർക്ക് ഈ കഥയുടെ പകുതി ഭാഗമേ അറിയത്തുള്ളൂ, അവർ ഫുള്ളും കണ്ടിട്ടില്ല. അപ്പം പിന്നെ അനുമോളും ശൈത്യ, ആദില, നൂറ ഇവരെല്ലാം കിച്ചൺ ഏരിയ നിൽക്കുക. പിന്നെ നമ്മുടെ ജിസേലും നിവിനും കിച്ചൺ ഏരിയ നിൽക്കുക. അപ്പം ജിസേലിനോട് അനുമോൾ ചോദിച്ചു, നീ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ലേ എന്ന് വെച്ചു. അപ്പോൾ അനുമോൾ പറഞ്ഞു, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് തെളിയിച്ച് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ അനുമോൾ അവിടുന്ന് ടിഷ്യൂ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് ഇങ്ങനെയല്ല ഉരച്ചത്, ഇങ്ങനെ നമ്മളിങ്ങനെ ഉരയ്ക്കൂലേ, അങ്ങനെ ഇത് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ജിസേൽ പറഞ്ഞത്, ജിസേലിനെ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് ഇങ്ങനെ ഉരച്ചു, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഉടച്ചു എന്നൊക്കെ ജിസേൽ കുറേ നുണ പറയുന്നുണ്ട്. കുറേ ജിസേലിൻ്റെ ഭാഗം ജയിക്കാനായിട്ട് ജിസേൽ എന്തുമാത്രം നുണ പറയുമെന്ന് ജിസേലിന് മാത്രമേ അറിയത്തുള്ളൂ. ഏത് രീതിയിൽ വേണേൽ നുണ കൊണ്ട് തിരിച്ചു വിടുന്ന ആളാണ് ജിസേൽ. അല്ലാണ്ട് എല്ലാ കാര്യത്തിലും ജിസേലിൻ്റെ ആദ്യം തൊട്ടുള്ള കാര്യങ്ങളും കൊണ്ട് നുണ മാത്രമേ ജിസേലിന് വരുന്നുള്ളൂ. ഈ സമയത്ത് അനുമോളുടെ കയ്യിലും ജിസേലിൻ്റെ കയ്യിലും കുഴപ്പമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ അനുമോൾ അങ്ങനെ ചെയ്യരുതായിരുന്നു. ജിസേലിന് അനുവാദമില്ലാതെ ജിസേലിനെ ചുണ്ടി തൊടരുതായിരുന്നു. അത് അനുമോളുടെ കയ്യിൽ നിന്ന് പറ്റിയൊരു തെറ്റാണ്. ആ സമ്മതിച്ചു കൊടുക്കാം. അനുമോൾ ഇങ്ങനെ തൊട്ടപ്പം ജിസേൽ ഇങ്ങനെ ഒരു തള്ളു വെച്ചു കൊടുത്തു. ആ തള്ള അനുമോള് തെറിച്ച് കിച്ചണിൻ്റെ ആ ഭാഗത്തോട് തെറിച്ചു പോയി അനുമോള്. അപ്പം ആദില പെട്ടെന്ന് ഇത് എന്താ കാണിക്കുന്നത് പറഞ്ഞാൽ ആദില പെട്ടെന്ന് അനുമോള് തെറിച്ച് വന്നെ തെറിച്ചു. അനുമോള് ജിസേലിനോട് ഇത് എന്താ കാണിക്കുന്നതെന്ന്. ആ ജിസേലിൻ്റെ തള്ളയില്ല, അനുമോളുടെ കാലിങ്ങനെ സ്ലിപ്പായി നിലത്ത് വീണ കിച്ചൺ അവിടെ കബോർഡിലൊക്കെ ചെന്ന് അനുമോളുടെ തലയിടിക്കാം. ആ തള്ളാനുള്ളത്രേ അത് അനുമോൾ ചെയ്തിട്ടില്ല. അനുമോൾ തെറ്റുണ്ട്, ഇങ്ങനെ ചെയ്തു. പക്ഷെ ജിസേലിൻ്റെ മേലെ നോക്കുന്ന രീതിയിലോ ജിസേലിനെ മനഃപൂർവ്വം തല്ലണമെന്നുള്ള രീതിയിലോ പ്രവോക്ക് ചെയ്യണമെന്നുള്ള രീതിയിലോ ഒന്നുമല്ല അനുമോൾ ഇത് ചെയ്തേക്കുന്നത്. അനുമോൾ ഈ ജിസേൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെന്നും തെളിയിക്കാനായിട്ടാണ്. അത് ജിസേൽ നീ തെളിയിക്കാൻ പറഞ്ഞു. അപ്പോൾ അനുമോളുടെ മുന്നിൽ തെളിയിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. അപ്പോൾ അനുമോൾ ടിഷ്യൂ എടുത്ത് ഇങ്ങനെ വെച്ചു. പക്ഷെ അങ്ങനെ ജിസേലിന് ഇതെല്ലാം ചെയ്യരുതായിരുന്നു, അത് സമ്മതിച്ചു കൊടുക്കുക. പക്ഷെ ജിസേൽ ആ ഒരു 1.5 തള്ളായിപ്പോയി അനുമോളെ തള്ളിയത്.
എന്നിട്ട് ബാക്കിയുള്ള ആതിര അപ്പം തന്നെ ചോദിച്ചു, ജിസേൽ ഈ അനുമോളെ തള്ളിയതിനെ കുറിച്ച് അവിടെയുള്ള ഒറ്റ ആണെങ്കിലും കുഴപ്പമില്ല. ജിസേൽ അനുമോളെ തൊട്ട് നീ എന്തിനാ തൊട്ടത്, അവളുടെ അനുവാദം ഇല്ലാത്ത തൊട്ട്, അത് പറയാം. അപ്പം ജിസേലിനോട് അങ്ങനെ തന്നെ ചോദിക്കണ്ടേ ഇവര്? ഈ അക്ബറും അപ്പാനും ഇവരൊന്നും കണ്ടിട്ടില്ല സംഭവം. അനുമോള് ജിസേലിനെ ഏതാണ്ട് പിടിച്ച് കെട്ടിയിട്ട് അടിച്ച് ശരിയാക്കിയ രീതിയിൽ ഇവരുടെ പെർഫോമൻസ്. അപ്പാനൊക്കെ ഇങ്ങനെ നീ അങ്ങനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്യാൻ പാടുണ്ടോ? അപ്പം നമ്മുടെ അനുമോള് ചോദിച്ചു, ചേട്ടൻ കണ്ടോ ഞാൻ ചെയ്യുന്ന കണ്ടോ? അപ്പം ഇങ്ങനെ അനുമോളെ കൊല്ലാൻ രീതി വന്ന അപ്പാന് പെട്ടെന്ന് അങ്ങ് സൈലന്റ് ആയി. അപ്പം അതിൽ ആരാണ്ട് ചോദിക്കുന്നുണ്ട്, ഇപ്പം എന്താ ടോൺ മാറിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിക്കും രണ്ടുപേരുടെ ഭാഗത്ത് തെറ്റുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് നിവിൻ വന്നിട്ട് നീ അവളുടെ ഇത് മായ്ക്കാറായോ എന്ന് പറയാൻ നിവിൻ്റെ ഉള്ള ലിപ്സ്റ്റിക്ക് ജിസലിൻ്റെ ചുണ്ടിലിട്ട് ഇവർ സ്വച്ഛാധിപതികളാണ്, അതാണ് ഇവർക്ക് എന്തും ചെയ്യാം. അങ്ങനെ ചെയ്യാമെന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ചെയ്യാമെങ്കിൽ അനുമോൾ അതിനകത്ത് ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ ഇവർക്ക് എന്തും ചെയ്യാം. അപ്പം അതിനകത്തുള്ള ആൾക്കാർ പറയുന്നുണ്ട് ഇവർക്ക് എന്ത് വേണേലും ചെയ്യാം, അതുകൊണ്ടാണ്. പക്ഷെ അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജിസലിൻ്റെ മേക്കപ്പ് ബോക്സൊക്കെ ബിഗ് ബോസ് തിരിച്ചു കൊടുക്കാത്ത എന്താ, ഡ്രസ്സ് കൊടുക്കാത്ത എന്താ? അപ്പം അതൊന്നും കൊടുത്തിട്ടില്ല. അപ്പം അതൊന്നും ചെയ്യാനായിട്ട് ബിഗ് ബോസ് അനുവാദം കൊടുത്തിട്ടില്ല. അനുമോൾ ചെയ്ത തെറ്റ് അത് സമ്മതിച്ചായിരുന്നു. പക്ഷെ അനുമോൾ ചെയ്തതും അനുമോളൊക്കെ ഒരു അപായം പറ്റുന്ന രീതിയിൽ ജിസേൽ നല്ല തള്ളിയിട്ടുണ്ട്. ജിസേൽ നല്ല നുണയും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അങ്ങോട്ട് നിവിൻ്റെ പെർഫോമൻസ് ആയിരുന്നു. നിവിന് വേണ്ടി കളിക്കാൻ വന്നതാണോ അതോ ജിസേലിന് വേണ്ടി കളിക്കാൻ വന്നതാണോ എന്ന് ആർക്കറിയാം. നിവിൻ ഈ ബിഗ് ബോസ് ഈ 3 മാസം, അത് ഈ 100 ദിവസം തീരുന്നതിന് വരെ എല്ലാ എവിക്ഷനും അനുമോളെ ഇടണം, അല്ലെങ്കിൽ അനുമോളെ എവിക്റ്റ് ചെയ്ത് കളയണം. അനുമോൾ ഇവിടെ നിൽക്കുവാണെങ്കിൽ പുള്ളി തന്നെ ക്വിറ്റ് ചെയ്ത് പോവും. ഒന്നെങ്കിൽ ഞാൻ അല്ല അനുമോള് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി അങ്ങ് നടക്കും. എന്തിനിങ്ങനെയൊക്കെ പറഞ്ഞാൽ പുള്ളിയാണ് ബിഗ് ബോസ്, ഈ നിവിനാണ് ബിഗ് ബോസ്. നിവിൻ പറഞ്ഞു കൊടുക്കുന്ന നിയമങ്ങളാണ് അവിടെ നടക്കുന്നത്. അവരുടെ നിയമങ്ങൾ പാലിക്കണം നിവിൻ അവിടെ നിൽക്കുന്നത്, അല്ലെ നിവിൻ്റെ നിയമങ്ങൾ പാലിക്കാനല്ല ബിഗ് ബോസ് അവിടെ നിൽക്കുന്നത്. നിവിന് കണ്ടമാനം കിടന്ന് കുറേ ക്യാമറയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ജിസേൽ ഇതിൻ്റെ ഇടയ്ക്ക് ക്യാമറ ചെന്ന് ബിഗ് ബോസിനോട് പരാതി പറഞ്ഞു. ജിസേലിന് മനസ്സിലായി ജിസേൽ ചെയ്ത തെറ്റാ, ജിസേൽ നല്ല തള്ളിയിട്ടുണ്ട്. അത് കാരണം അതിലൊരു ചോദ്യം വരുമെന്നുള്ളവരും ലാലേട്ടൻ വീഡിയോ കാണിക്കുമ്പം ജിസേലിന് ഇതിൽ വരുമെന്നുള്ളവരും ജിസേലിനെ അറിയാം. അതുകൊണ്ട് ജിസേൽ ബുദ്ധിയില്ലാത്ത ആളൊന്നുമല്ല. ഈ ജിസേലിന് വേണ്ടി വാദിക്കുന്ന കുറെ പൊട്ടന്മാരായ ആണുങ്ങളുണ്ട്, അവർക്കാ ബുദ്ധിയില്ലാത്ത. ജിസേലിന് നല്ല ബുദ്ധിയുണ്ട്. ജിസേലിനെ നേർക്ക് വരുന്നത് തിരിച്ചുവിടാനുള്ള കഴിവും ജിസേലിനുണ്ട്. ബാക്കിയുള്ള പാവാടവള്ളികൾക്ക് അതിൻ്റെ ഒരു കഴിവുമില്ല. ജിസേൽ ക്യാമറ ചെന്ന് പറയുന്നുണ്ട്, എനിക്ക് കംപ്ലൈൻ്റ് ഉണ്ട്, എന്നെ ആദ്യം ഒന്ന് അവൾ തല്ലി, ഇപ്പോഴും തല്ലി, എനിക്കിത് പറ്റുന്നില്ല ബിഗ് ബോസ്, എൻ്റെ ചുണ്ടലിങ്ങനെ ഉരച്ചു എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ട്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് ഇവർ അനുമോളെ അങ്ങോട്ട് എല്ലാം കൂടെ അങ്ങ് ഫയർ ചെയ്തു. ഒരു അപ്പാനിയുടെയൊക്കെ ശരീര ഭാഷയൊക്കെ മാറി, അക്ബറിൻ്റെയൊക്കെ ഏതാണ്ട് ജിസേൽ എന്തോ അനുമോള് ജിസേലിനെ കണ്ട് അടിച്ച് കൊന്ന മട്ടില്ല അവരുടെയൊക്കെ ശരീരപ്രകൃതിയും ഇവരെ അനുമോളെ ആക്രമിക്കാൻ ചെല്ലുന്നതൊക്കെ. പിന്നെ ഈ നിവിൻ കുറേ പ്രാവശ്യം ക്യാമറകളിലെല്ലാം നോക്കി പറയുന്നുണ്ട് അനുമോൾ ഇവിടെ നിർത്തുവാണെങ്കിൽ നിവിൻ ക്വിറ്റ് ചെയ്യും എന്നുള്ള കാര്യം. പിന്നെ ബിഗ് ബോസ് നമ്മുടെ ജിസേലിനെയും അനുമോളെയും കൂടെ കൺഫ്യൂഷൻ റൂമിൽ വിളിച്ചു. അപ്പോൾ അനുമോക്കറിയാം അനുമോൾ ചെയ്ത തെറ്റാന്ന് അനുമോക്കറിയാം, പക്ഷേ ജിസേലിനെ തല്ലിയിട്ടില്ലെന്നുള്ള കാര്യം അനുമോക്കറിയാം. അതാണ് അനുമോൾ വലിയല്ലേ, ജിസേൽ ഭയങ്കരമായിട്ട് കരഞ്ഞു മെഴുകി അവിടെ ഇരിക്കുന്നത്. അനുമോൾ കരയുന്നതിനും ഫുള്ള് കുറ്റം പറയുന്ന ആൾക്കാർ. ഇപ്പോൾ ജിസേലിന് കരയുന്നതിനൊന്നും കുഴപ്പമില്ല, ജിസേൽ കരയുന്ന കുറച്ചില്ല ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ. കൺഫെഷൻ റൂമിൽ ചെന്നിരുന്നു. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ചെയ്ത തെറ്റാണ്, ഇതിനുള്ള പണിഷ്മെൻറ്റ് ലാലേട്ടൻ വരുമ്പോഴത്തേനും തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അനുമോൾ അവിടെ ഇരുന്നുകൊണ്ട് സോറി പറഞ്ഞു. ജിസേലിന് ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്, ജിസേലിനോട് സോറി പറഞ്ഞു. ജിസേൽ അപ്പോൾ ചോദിച്ചു, നീ അവിടെ ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്തിനാ സോറി പറഞ്ഞില്ല, ഇപ്പോൾ ഇവിടെ വന്നാണല്ലോ സോറി പറയുന്നത്. അപ്പോൾ അനുമോൾ പറഞ്ഞു, അവിടെ ആൾക്കാരുടെ മുന്നിൽ വെച്ചല്ല, എനിക്ക് പ്രേക്ഷകരെയും ബിഗ് ബോസിനെ അറിയിക്കേണ്ടത്, അവരുടെ മുന്നിൽ വെച്ചില്ല, അത് പറഞ്ഞാൽ സോറി പറയുന്നു പറഞ്ഞു. അനുമോൾ സോറി പറഞ്ഞു. ജിസേൽ അത് അംഗീകരിച്ചിട്ടില്ല കേട്ടോ. ജിസേൽ കുറേ പ്രാവശ്യം ഇവിടെ ഇങ്ങനെ എൻ്റെ ഇത് കയറുന്നപ്പം അനുമോൾ, നീ എന്തിനാ റൂള് ബ്രേക്ക് ചെയ്യുന്നത്, നീ റൂള് ബ്രേക്ക് കൊണ്ടല്ലേ ഇത് കണ്ടുപിടിക്കാമെന്ന് ലാലേട്ടൻ പറഞ്ഞ എപ്പിസോഡ് തൊട്ട് ഞാൻ നോക്കുന്നുണ്ടായിരുന്നൊക്കെ പറഞ്ഞു. അതും കറക്റ്റാണ്. ജിസേൽ എന്തിനാ റൂള് ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്, ജിസേലിന് മാത്രം എന്താ അവിടെ പ്രത്യേകത, ഒരു പ്രത്യേകതയില്ല. അപ്പോൾ ജിസേലിന് റൂള് ബ്രേക്ക് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമില്ലല്ലോ, ഇത് പറയാൻ തന്നെ അവർക്ക് ഇതില്ല. എന്നിട്ട് അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് ഒരു ചെറിയൊരു കോംപ്രമൈസ് എന്നുള്ള ഇത് ലാലേട്ടൻ വരുമ്പോഴത്തെ ഇതിൻ്റെ കാര്യങ്ങൾ തീരുമാനമാക്കാന്നുള്ള രീതിയിൽ പുറത്തോട്ട് പോയി. നമ്മുടെ ജിസേലും
അനുമോളും കൂടെ പുറത്തെ ലിവിങ് റൂമിൽ ആൾക്കാരൊക്കെ അവരൊക്കെ ഇരിക്കുക. അപ്പോൾ അങ്ങോട്ട് പോയി. അപ്പം അതിലെ നൂറൻ ചോദിച്ചു, നീ ക്വിറ്റ് ചെയ്യുമോ? നീ ക്വിറ്റ് ചെയ്യുമോ? അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്ന് പറയുന്നുണ്ട്, അനുമോളെ പുറത്താക്കിയില്ല, നിവിൻ ക്വിറ്റ് ചെയ്യുന്ന അവിടെ ഇരുന്നും പറയുന്നുണ്ട്. അപ്പോഴത്തേനും നൂറ പറയുന്നുണ്ട്, അനുമോളെ പുറത്താക്കിയില്ല, നിനക്ക് ഗട്ട്സ് ഉണ്ട്, നീ ക്വിറ്റ് ചെയ്യുന്നതെന്ന് നമ്മുടെ നൂറ പറയുന്നുണ്ട്. നൂറയ്ക്ക് ഇത്രയും സൗണ്ടും ഇത്രയും പെർഫോമൻസുകളോ കഴിവുണ്ടെന്ന് ഇപ്പോഴായിട്ടോ മനസ്സിലായി. നൂറ ഇത് അടക്കി പിടിക്കാൻ നൂറ പുറത്തോട്ട് വരട്ടെ, കുറച്ചുകൂടെ നൂറ പുറത്തോട്ട് വരണമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും നൂറ ഇത്രയും നാൾ ആദ്യമേ സംസാരിച്ചുകൊണ്ട്, പക്ഷേ ഇപ്പോൾ നൂറ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതെങ്ങനെ ബിഗ് ബോസ് വിളിച്ചു, നിവിൻ കുറേ കാര്യങ്ങൾ ക്യാമറ പറഞ്ഞല്ലോ, അതങ്ങനെ തന്നെയാണ് തീരുമാനം എന്ന് ചോദിച്ചു. നിവിൻ പറഞ്ഞു അങ്ങനെ തന്നെ എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ വാതിൽ തുറന്നിടുകയെന്ന് പറഞ്ഞു. നിവിൻ ഇത്രയും പ്രതീക്ഷയില്ല. നിവിൻ ബിഗ് ബോസ് ഇത്രയും ചെയ്യുമെന്നുള്ള കാര്യം നിവിൻ പ്രതീക്ഷിച്ചില്ല. നിവിൻ ഓർത്തോളം നിവിൻ പറയുന്നത് കേട്ടുകൊണ്ട് ബിഗ് ബോസ് അനുമോളെ പുറത്താക്കും, അല്ലെ എല്ലാ എവിക്ഷനിലും പുറത്ത് എല്ലാ എവിക്ഷൻ നോമിനേഷൻ പ്രക്രിയയിൽ അനുമോളെ കൊണ്ടിടുമെന്നാണ് നിവിൻ ഓർത്തുകൊണ്ടിരുന്നത്. വലിയ ആൾ കളിക്കാൻ നോക്കിയതാ. പക്ഷെ അത് ശരിക്ക് ഒരു മണ്ടത്തരം, ലോക മണ്ടത്തരം. അവിടെയുള്ള ആൾക്കാർ ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നതെന്നുള്ള ചിന്തിക്കണമായിരുന്നു, നിവിൻ ചിന്തിക്കണമായിരുന്നു. നിവിൻ്റെ ഇത് മാത്രമല്ല, അവിടെയുള്ള എല്ലാവരും ഗെയിം, ഒരാൾ ഔട്ടായി അവർക്ക് അത്രയും ഗുണമാണെന്നുള്ള കാര്യം ചിന്തിക്കേണ്ടത് നിവിൻ മാത്രമാണ്. നിവിൻ അവിടെ നിൽക്കേണ്ടത് നിവിൻ്റെ ആവശ്യമാണ്. അതാണ് നിവിൻ ചിന്തിച്ചിട്ട് വേണമെന്ന് ഓരോ കാര്യങ്ങൾ പറയാൻ. ജിസേലിൻ്റെ വാലും പിടിച്ച് പറയേണ്ട കാര്യമല്ലോ. ജിസേലും അനുമോളും തമ്മിലുള്ള പ്രശ്നം ബിഗ് ബോസ് തീർത്തോളും, ലാലേട്ടൻ തീർത്തോളും. അതിൻ്റെ ഇടയ്ക്ക് അനുമോളെ ഇങ്ങനെ ചെയ്യണം, ഇല്ല ഞാൻ ക്വിറ്റാവുമെന്ന് പറയേണ്ട കാര്യം ഇവനില്ല, നിവിനില്ല. അപ്പോൾ ക്വിറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചു. അങ്ങനെ ഇപ്പം ഞാൻ അതിൽ തന്നെ ഉറച്ചു വെക്കും, ക്വിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ബിഗ് ബോസ് നേരെ ഡോറ് തുറന്നു വിട്ടു. അത്രയും പ്രതീക്ഷിച്ചില്ല, നിവിൻ അത്രയും പ്രതീക്ഷിച്ചേ ഇല്ല. തോന്നുന്നു. അപ്പോഴത്തേനെ നൂറ പറഞ്ഞു, ഗട്ട്സ് ഉണ്ട് ക്വിറ്റ് ചെയ്യടാ, നട്ടലുണ്ട് നീ ക്വിറ്റ് ചെയ്യടാന്ന് പറഞ്ഞു. പ്രൊവോക്ക് ചെയ്യില്ല. അപ്പോഴത്തേനെ എന്താണ് ഇവർ കമ്മ്യൂണിറ്റീനെയൊക്കെ പറഞ്ഞു, കമ്മ്യൂണിറ്റിയുടെ ഇത് റെപ്രസെൻറ്റീവായിട്ടല്ലേ നിങ്ങൾ വന്നിരുന്നത്, കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഒരു കാര്യങ്ങളും പറയുന്നില്ല. അപ്പോൾ ഇവർ നല്ല രീതിയിൽ റേസ് ആയി, ഞങ്ങൾ കമ്മ്യൂണിറ്റിയെ കുറിച്ച് എന്ത് വേണേലും പറഞ്ഞോളാം, അത് പറയാൻ നീ ആരാ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ അതിലെ നൂറെ അതിന് പറയുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും പറയുന്നുണ്ട്, പോവല്ലേ പോവല്ലേ അങ്ങനെ അവർ പ്രൊവോക്ക് ചെയ്യാൻ പറയുന്ന പോലെ ഓടി മറ്റേ നിവിൻ ഓടി ഇറങ്ങി ഡോറിന് പുറത്തോട്ട് പോയി. അതാ സംഭവം. നിവിൻ്റെ മണ്ടത്തരം പൊട്ടത്തരം എന്നല്ലാണ്ട് പൊട്ടെന്ന ലോക പൊട്ടൻ, അതല്ലാണ്ട് ഒന്നുമില്ല. നിവിൻ്റെ ആജ്ഞ അറിയാനല്ല അവിടെ ഇരിക്കുന്നത്, ബിഗ് ബോസ് പറയുന്ന കേൾക്കാനാണ് നിവിൻ അവിടെ ഇരിക്കുന്നത്. നിവിൻ്റെ എല്ലാം കേട്ടാലേ അവിടെ നിൽക്കുള്ളൂ. ഒരു നിർബന്ധം നമുക്ക് തന്നെ നിർബന്ധം നിവിൻ അവിടെ വേണമെങ്കിൽ നിന്നാൽ മതി, അല്ലാതെ അനുമോളെ അതിനകത്ത് കൊണ്ടിട്ടാലേ ഞാനിവിടെ നിൽക്കുള്ളൂ. അതിന് മാത്രം എന്ത് കണ്ടന്റാണ് നിവിൻ കൊടുക്കുന്നത്? എന്തെല്ലാം കണ്ടന്റ്? കുറേ കോമഡി കാണിക്കുന്നു, കുറേ കട്ടെടുക്കുന്നു, കുറേ തിന്നുന്നു എന്നല്ലാതെ എന്ത് കണ്ടന്റാണ് നിവിൻ കൊടുക്കുന്നത്? എന്നിട്ട് നിവിൻ പോയി. അപ്പോഴത്തെ അനുമോള് പേടിച്ച് എവിടെ അവിടെ പാത്തിരുന്ന് അവരുടെ മേക്കപ്പ് റൂമിൻ്റെ അവിടെ ഇരിക്കുക. അപ്പോഴത്തേനും അതിലോട് പറഞ്ഞു, അന്യ അവരെല്ലാം കൂടെ ഞാൻ കാരണം പോയെന്ന് പറയും, എൻ്റെ നെഞ്ചത്തോട്ട് കയറൂടി, എനിക്ക് പേടിയാടി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ പറയുന്നു, ഇനി ഞാൻ ഇത് ആദിലെ നൂറേം കാരണമാണ് പോയത്, അല്ലാതെ നീ കാരണമല്ല, ഇത് എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു. ലാസ്റ്റ് പിന്നെ അനുമോള് ഓക്കെ ആയി കേട്ടോ. ഓക്കെ എല്ലാം കഴിഞ്ഞ് നിവിൻ പോയി. എന്നിട്ട് അപ്പത്തേനും അക്ബറും അപ്പാനെയും കൂടെ നാടകക്കാരി എവിടെയാ? എന്ത് ദൈവമേ, അക്ബറിനൊന്നും ശകലം പോലും ബുദ്ധിയില്ല. എന്തോ ഇപ്പം ഞാൻ ലൈവ് കാണുമ്പോൾ റെനയും അക്ബറും ഈ അപ്പാനെയും കൂടി ഏതൊക്കെ രീതിയിലാണ് അനുമോളെ ബുള്ളി ചെയ്യുന്നത്. ഇവർക്ക് എന്തിനിങ്ങനെ ബുള്ളി ചെയ്യുന്നത്? ഇവർക്ക് വേണ്ടി കളിച്ചാൽ പോരെ. ഈ ജിസേല് കരഞ്ഞു, ജിസേലിനെ നില വിളിച്ചു, ജിസേലിന് ഇത് പറ്റി, ജിസേലിൻ്റെ കാലം മുള്ളു കൊണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്രമാത്രം ജിസേലിന് വേണ്ടി കളിക്കുന്ന ഒരു 3-4 കണ്ടസ്റ്റൻസ്, ജിസേലിൻ്റെ അട്ടിമകൾ, ജിസേൽ ഇവരെ വെച്ച് കളിക്കാമെന്ന് പോലും അറിയാൻ പറ്റാത്ത ഇത് അനുമോൾ ചെയ്തത് തെറ്റുണ്ട്. ജിസേലും ചെയ്തത് തെറ്റുണ്ട്. അത് ലാലേട്ടൻ ബിഗ് ബോസും തീരുമാനിച്ചോളും. ഇവരിങ്ങനെ അനുമോളെ ബുള്ളി ചെയ്യാൻ നടക്കുന്ന എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്തായാലും അനുമോക്ക് നല്ലതാ, അനുമോക്ക് നല്ല രീതിയിൽ വോട്ട് വീഴും. എന്തായാലും ഈ കാര്യത്തിൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. നിവിൻ ജിസേലിന് വേണ്ടി വലിയ ആൾ കളിക്കാൻ നോക്കി, പക്ഷേ ചെന്ന് കുഴിയിൽ സ്വന്തമായിട്ട് ചാടിക്കൊടുത്ത ഒരാളാണെന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനെ നിവിൻ ക്വിറ്റായിട്ടുണ്ട്. ഇത്രയും ഇത് കാണിച്ച് തിരിച്ച് കൊണ്ടുവരണ്ടെന്ന് തന്നെ തോന്നുന്നത്. നിവിൻ അങ്ങ് പോട്ടെ, ഇനി അടുത്ത വയൽക്കാടൊക്കെ അടുത്ത ദിവസങ്ങളിൽ കയറുമെന്ന് അറിയുന്നുണ്ട്. വയൽക്കാടൊക്കെ വരട്ടെ, ഇത്രയും ആൾ കളിച്ചു നിവിൻ അവിടെ നിൽക്കണ്ട. നിവിനെ എല്ലാവരും കാല് പിടിച്ച് ബിഗ് ബോസ് അയ്യോ നിവിനെ പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. നിവിൻ ഓർത്തു, പക്ഷേ ബിഗ് ബോസ് നല്ല പണി കൊടുത്തു, ബിഗ് ബോസിനോടാണ് കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ സംഭവങ്ങൾ ഇത്ര നേരത്തെ നടന്നത്. നല്ല രീതിയിൽ അനുമോൾക്ക് അവിടെ ബുള്ളിങ് കിട്ടുന്നുണ്ട്. അപ്പാനെ ശരത്ത് റെനയൊക്കെ നല്ല രീതിയിൽ കിടന്ന് ബുള്ളി ചെയ്യുന്നുണ്ട് അനുമോൾ ഇതിൽ നിന്നൊക്കെ ഒരു കുറേ അക്ബർ ഈ ഇത് ചെയ്യാൻ കുറേ അനുമോളെ ഏതാണ്ട് പറഞ്ഞത്. അനുമോൾ
നല്ല രീതിയിൽ മറുപടി കൊടുക്കുന്നുണ്ട്. നിന്റെ ഈ ഭാഷയും നിന്റെ ഇതും കാരണമല്ലേ ഉമ്മ വിളിക്കേണ്ട വന്നത്. ഇത്രയും പേരിൽ ആറേൽ ഉമ്മ വിളിച്ചിട്ടുണ്ടോ, നിന്റെ കയ്യിൽ ഇതും കൊണ്ടല്ലേ ഉമ്മ വിളിച്ചത്. അപ്പോൾ അക്ബറിനൊന്നും മിണ്ടാനില്ല, ആ രീതിയിൽ പോയി. അപ്പോൾ അന്ന് ലൈവിൽ അത്രയും കാര്യങ്ങളാണ് നടന്നത് കേട്ടോ. അപ്പോൾ ഇത് കഴിയുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഉടനെ വരാം. ചാനലാതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറക്കരുത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.